എല്ലാ പ്രിയപ്പെട്ടവർക്കും ആദരവോടെയുള്ള നമസ്കാരം. കരിമേഘങ്ങൾ നിറഞ്ഞ മിഥുനമാസത്തിന്റെ കഠിനമായ പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും കഴിഞ്ഞ് നമ്മൾ കർക്കടകത്തിന്റെ പുണ്യത്തിലേക്ക് കടക്കാനൊരുങ്ങുന്ന ഈ അവസാന നാളുകളിൽ ആകാശമണ്ഡലത്തിൽ ഒരു അത്ഭുത ഗ്രഹമാറ്റം സംഭവിക്കുകയാണ്. സാധാരണയായി ജ്യോതിഷത്തിൽ മിഥുനമാസം എന്നാൽ ദുരിതങ്ങളുടെയും തടസ്സങ്ങളുടെയും കാലമായിട്ടാണ് കാണാറുള്ളത്. എന്നാൽ വരാൻ പോകുന്ന ജൂലൈ 12-ാം തീയതി കേരള ജ്യോതിഷപ്രകാരം വളരെ സവിശേഷമായ ഒരു ദിവസമായി മാറുകയാണ്. കാരണം അന്നേ ദിവസം സൂര്യൻ തന്റെ രാശി മാറാൻ തയ്യാറെടുക്കുന്ന വേളയിൽ ചന്ദ്രന്റെ സാന്നിധ്യം കൊണ്ട് അതിശക്തമായ ഒരു ഗ്രഹസൂചനയാണ് ഉണ്ടാകുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകൾക്കും അറുതി വരുത്തിക്കൊണ്ട് ആകാശത്ത് ഒരു വലിയ ധന ഐശ്വര്യയോഗം തെളിയാൻ പോകുന്നു. 27 നക്ഷത്രക്കാരിൽ വെച്ച് ഈ പുണ്യസമയത്ത് ഏറ്റവും വലിയ ഭാഗ്യനിർഭരമായ മാറ്റങ്ങൾ വന്നെത്താൻ പോകുന്ന ആ 8 നക്ഷത്രക്കാരാണ് അനിഴം, തൃക്കേട്ട, മകം, പൂരം, ഉത്രം, വിശാഖം, ചിത്തിര, ചോതി എന്നിവർ. ഈ 8 നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികളുടെ ജീവിതത്തിലേക്ക് പ്രപഞ്ചം ഒരു പുതിയ വെളിച്ചമെത്തിക്കാൻ പോകുന്ന ദിവസമാണ് ജൂലൈ 12. ഭാരതീയ ജ്യോതിഷശാസ്ത്രപ്രകാരം ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലെ സമയവും കാലവും മാറിമറിയുന്നത് ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിനനുസരിച്ചാണ്. ഒരുപക്ഷേ ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാകാം, എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ മാത്രം ഇത്രയധികം ദുരിതങ്ങളും കഷ്ടപ്പാടുകളും കണ്ണീരും വിട്ടൊഴിയാത്തതെന്ന്. കഠിനമായി അധ്വാനിച്ചിട്ടും കടബാധ്യതകളിൽ നിന്ന് കരകയറാൻ കഴിയാത്തവർ, കുടുംബത്തിൽ ഒരിറ്റ് സമാധാനമില്ലാതെ ദിവസങ്ങൾ തള്ളിനീക്കുന്നവർ, രോഗദുരിതങ്ങൾ കൊണ്ട് മനസ്സും ശരീരവും വലയുന്നവർ, അങ്ങനെ നിരവധി പ്രതിസന്ധികളിലൂടെയാകാം നിങ്ങൾ കടന്നുപോകുന്നത്. മറ്റു ചിലർ വളരെ എളുപ്പത്തിൽ ജീവിതത്തിൽ വിജയം വരിക്കുമ്പോൾ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഒരടി പോലും മുന്നോട്ടു വയ്ക്കാൻ സാധിക്കാത്ത വിധം തളർന്നുപോയിട്ടുണ്ടാകാം. നിങ്ങളുടെ ആ വേദനയും നിരാശയും പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് കേരള ജ്യോതിഷം നമ്മെ പഠിപ്പിക്കുന്നത് ഈ കഷ്ടകാലമൊന്നും തന്നെ ശാശ്വതമല്ല എന്നാണ്. നിങ്ങളുടെ മോശം സമയത്തിന്റെ അവസാന ഘട്ടമാണിത്. ജൂലൈ 12-ാം തീയതിയോടെ നിങ്ങളുടെ നക്ഷത്രനാഥന്മാരും രാശ്യാധിപന്മാരും അനുകൂല സ്ഥാനങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതോടൊപ്പം നിങ്ങളുടെ ജാതകത്തിൽ അതിശക്തമായ സുനഭയോഗം രൂപപ്പെടാൻ പോവുകയാണ്. ഈയൊരു യോഗത്തിന്റെ ശക്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന തടസ്സങ്ങളുടെ കരിനിഴൽ പൂർണ്ണമായും നീങ്ങും. ജ്യോതിഷശാസ്ത്രത്തിലെ ഏറ്റവും ഉദാത്തമായ ധന ഐശ്വര്യയോഗങ്ങളിൽ ഒന്നാണ് സുനഭയോഗം. ചന്ദ്രനിൽ നിന്നും 2-ാം ഭാവത്തിൽ സൂര്യനൊഴികെയുള്ള ശുഭഗ്രഹങ്ങളായ ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി എന്നിവയിൽ ഏതെങ്കിലും ഗ്രഹങ്ങൾ നിലകൊള്ളുമ്പോഴാണ് ഈ സുനഭയോഗം ഉണ്ടാകുന്നത്. ഈ ഗ്രഹങ്ങളുടെ സവിശേഷമായ വിന്യാസം കാരണം ഒരു വ്യക്തിയുടെ സാമ്പത്തിക സ്ഥിതിയിലും മാനസികാവസ്ഥയിലും അവിശ്വസനീയമായ പോസിറ്റീവ് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ജൂലൈ 12-ാം തീയതി ഈ 8 നക്ഷത്രക്കാരുടെ രാശികളിൽ ഈ യോഗം അതിന്റെ പൂർണ്ണ ശക്തിയോടെയാണ് പ്രകടമാകുന്നത്. ഇത് നിങ്ങളുടെ ചുറ്റും ഒരു ദിവ്യമായ സംരക്ഷണ വലയം തീർക്കുകയും നിങ്ങളുടെ ഭാഗ്യത്തെ ഇരട്ടിയായി വർദ്ധിപ്പിക്കുകയും ചെയ്യും. വളരെ നാളുകളായി മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പെട്ടെന്ന് നടന്നുകിട്ടുക, അപ്രതീക്ഷിതമായ കോണുകളിൽ നിന്ന് ധനസഹായം ലഭിക്കുക എന്നിവയൊക്കെ ഈ സുനഭയോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങളാണ്. പ്രപഞ്ചം ഒരിക്കലും തെറ്റായ സമയത്തൊന്നും ചെയ്യില്ല. ജൂലൈ 12-ലെ ഗ്രഹങ്ങളുടെ കൃത്യമായ നിർണയം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി തടസ്സപ്പെട്ട് കിടന്ന ഒരു വലിയ സൗഭാഗ്യത്തിന്റെ അണക്കെട്ടാണ് അന്ന് തുറക്കപ്പെടാൻ പോകുന്നത് എന്നാണ്. ഈ പ്രവചനം കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലെ എല്ലാ ഭയവും സംശയങ്ങളും പൂർണ്ണമായും മാറ്റിവെച്ച് വളരെ പോസിറ്റീവായ ഒരു ചിന്തയോടെ ഇതിനെ സ്വീകരിക്കാൻ തയ്യാറാകണം. ഇപ്പോൾ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ഭൂരിഭാഗം പേരും മാനസികമായി അത്രയധികം തളർന്ന ഒരവസ്ഥയിലായിരിക്കും ജീവിക്കുന്നത്. നിങ്ങൾ ജീവന് തുല്യം വിശ്വസിച്ചവർ നിങ്ങളെ ചതിച്ചിട്ടുണ്ടാകാം. വലിയ പ്രതീക്ഷയോടെയും കടം വാങ്ങിയും തുടങ്ങിയ ബിസിനസ്സുകൾ തകർന്നുപോയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ സ്വന്തം ചോരയിലും കുടുംബത്തിലും പെട്ടവരിൽ നിന്നുപോലും വലിയ ഒറ്റപ്പെടലുകൾ അനുഭവിച്ചിട്ടുണ്ടാകാം. എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എന്റെ പ്രാർത്ഥനകൾക്കൊന്നും ഒരു ഫലവും ലഭിക്കുന്നില്ലല്ലോ എന്നോർത്ത് ഈശ്വരനോട് നൊമ്പരത്തോടെ പരിഭവിച്ചവരായിരിക്കാം നിങ്ങൾ. എന്നാൽ ജൂലൈ 12-ന്റെ ഈ ഗ്രഹനില വ്യക്തമാക്കുന്നത് നിങ്ങളുടെ കണ്ണീരിനും കഷ്ടപ്പാടിനും പ്രപഞ്ചനാഥൻ ഒരു മറുപടി നൽകാൻ ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ്. നിങ്ങൾ ഇതുവരെ അനുഭവിച്ച ദുരിതങ്ങളൊന്നും തന്നെ ഒരു ശിക്ഷയായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയ സൗഭാഗ്യങ്ങളെ താങ്ങാൻ നിങ്ങളുടെ മനസ്സിനെ പ്രാപ്തമാക്കുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയ മാത്രമായിരുന്നു. കേരളീയ ജ്യോതിഷ പാരമ്പര്യത്തിൽ പഞ്ചാംഗത്തിന് വലിയ പ്രാധാന്യമാണുള്ളത്. ജൂലൈ 12-ന് തിഥി, വാരം, നക്ഷത്രം, യോഗം, കരണം എന്നീ 5 ഘടകങ്ങളും ഈ 8 നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായ രീതിയിലാണ് വരുന്നത്. അതുകൊണ്ടുതന്നെ
ആ ദിവസത്തിലോ അതിനുശേഷമോ നിങ്ങൾ തുടങ്ങുന്ന നല്ല കാര്യങ്ങൾ, ചെയ്യുന്ന വഴിപാടുകൾ, പുതിയ ബിസിനസ് സംരംഭങ്ങൾ എന്നിവയെല്ലാം ഇരട്ടി വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കും. ആദ്യമായി വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന വൃശ്ചിക രാശിക്കാരുടെ ഫലങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലങ്ങളായി കണ്ണീരിന്റെയും കഠിനമായ ദുരിതങ്ങളുടെയും ഒരു വലിയ കയത്തിലായിരുന്നു നിങ്ങൾ ജീവിച്ചിരുന്നത്. രാത്രികളിൽ ഉറങ്ങാൻ കഴിയാതെ വിതുമ്പിയ നാളുകൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ചെയ്ത ജോലിക്കുള്ള കൂലി കൃത്യമായ സമയത്ത് കിട്ടാതിരിക്കുക, സ്വന്തം കുടുംബത്തിൽ ഒരു വിലയും ബഹുമാനവും കിട്ടാത്ത അവസ്ഥ വരിക, മറ്റുള്ളവരുടെ മുന്നിൽ സാമ്പത്തികമായി അപമാനിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്യുക തുടങ്ങി മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച നിരവധി സങ്കടങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നുപോയത്. ഒരു തരത്തിലും മനസ്സമാധാനം അനുഭവിക്കാൻ കഴിയാതെ ഓരോ ദിവസവും നിസ്സഹായതയോടെ ജീവിച്ച വൃശ്ചിക രാശിക്കാർക്ക് ജൂലൈ 12 ഒരു വലിയ അമൃതായി മാറും. നിങ്ങളെ മാനസികമായി അത്രമേൽ തളർത്തിയിരുന്ന ആ കറുത്ത പ്രതിസന്ധികളിൽ നിന്നും പൂർണ്ണമായ മോചനമാണ് ഇനി വരാൻ പോകുന്നത്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് മാറിക്കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ആ പഴയ വലിയ വിഷമത്തിന് ഈ സുലഭയോഗത്തോടെ ഒരു ശാശ്വത പരിഹാരമുണ്ടാകും. കടബാധ്യതകൾ കൊണ്ടും അപ്രതീക്ഷിതമായ രോഗദുരിതങ്ങൾ കൊണ്ടും പൊറുതിമുട്ടിയിരുന്നവർക്ക് ധനനേട്ടങ്ങളുടെയും പുതിയ തുടക്കങ്ങളുടെയും വരുംകാലമാണ് മുന്നിലുള്ളത്. തൊഴിൽ മേഖലയിലെ തടസ്സങ്ങൾ നീങ്ങി നിങ്ങൾ സ്വപ്നം കണ്ട രീതിയിലുള്ള മികച്ച ഒരു ജോലി സ്വന്തമാക്കാൻ സാധിക്കും. വിദേശയാത്രയ്ക്കുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുകയും കുടുംബത്തിലെ എല്ലാ നെഗറ്റിവിറ്റികളും ഇല്ലാതാവുകയും ചെയ്യും. എന്നാൽ ഈയൊരു വലിയ സൗഭാഗ്യം വരുമ്പോഴും വൃശ്ചിക രാശിക്കാരുടെ മനസ്സിൽ ഒരു വലിയ ഭയമുണ്ട്. മുൻപ് പലതവണ നിങ്ങളുടെ കയ്യിൽ പണം വന്നപ്പോഴും അത് അനാവശ്യ ചിലവുകളായും ഹോസ്പിറ്റൽ കേസുകളായും പെട്ടെന്ന് ഒലിച്ചുപോയ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ ഈ ഭാഗ്യം വന്നാലും അത് എന്റെ കയ്യിൽ നിൽക്കുമോ, അതോ വീണ്ടും പഴയതുപോലെ ഞാൻ കടക്കാരനാകുമോ എന്ന ഭയം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആഴത്തിലുണ്ട്. ഈയൊരു ഭയം കാരണം നല്ലൊരു അവസരം മുന്നിൽ വന്നാൽ പോലും അത് സ്വീകരിക്കാൻ നിങ്ങൾ മടിച്ചു നിൽക്കുന്നു. എന്നാൽ മനസ്സിലാക്കുക, ജൂലൈ 12 മുതൽ നിങ്ങളുടെ മേലുള്ള മോശം സമയത്തിന്റെ കരിനിഴൽ നീങ്ങുകയാണ്. വരാൻ പോകുന്ന നല്ല കാലത്ത് നിങ്ങളുടെ ധനസ്ഥിതി ഇരട്ടിയാകും. കടങ്ങൾ വീട്ടാൻ മാത്രമല്ല, പുതിയൊരു വീടോ വസ്തുവോ വാങ്ങാൻ പോലുമുള്ള വലിയൊരു ഭാഗ്യയോഗമാണ് നിങ്ങളുടെ ഭാവിയിൽ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് പഴയ തകർച്ചകളെ ഓർത്തു ഭയപ്പെടുന്നത് പൂർണ്ണമായും നിർത്തുക. അടുത്തതായി മകം, പൂരം, ഉത്രം നക്ഷത്രങ്ങൾ വരുന്ന ചിങ്ങം രാശിക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ കഴിഞ്ഞകാലമെന്ന് പറയുന്നത് കടുത്ത മാനസിക സംഘർഷങ്ങളുടെയും ഉറക്കമില്ലാത്ത കറുത്ത രാത്രികളുടെയും മാത്രമായിരുന്നു. പുറമേക്ക് നിങ്ങൾ വലിയ സന്തോഷവാന്മാരായി നടക്കുമെങ്കിലും ഉള്ളിൽ കട്ടപിടിച്ച സങ്കടക്കടലുമായിട്ടാണ് നിങ്ങൾ ഓരോ ദിവസവും തള്ളിനീക്കിയത്. പണം വരുന്നുണ്ടെങ്കിലും അത് എങ്ങോട്ടാണ് പോകുന്നതെന്ന അറിയാത്ത അവസ്ഥ, കുടുംബത്തിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലുമുണ്ടാകുന്ന വലിയ തർക്കങ്ങൾ, സ്വന്തം മക്കളുടെയോ പ്രിയപ്പെട്ടവരുടെയോ ഭാവി ഓർത്തുള്ള വ്യാകുലതകൾ എന്നിവയായിരുന്നു നിങ്ങളുടെ മനസ്സിനെ അലട്ടിയ പ്രധാന ദുരിതങ്ങൾ. എന്നാൽ ഈ കഷ്ടപ്പാടുകൾക്കെല്ലാം വിരാമമിട്ടുകൊണ്ട് ജൂലൈ 12 മുതൽ ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തിലേക്ക് മഹാഭാഗ്യം കടന്നുവരികയാണ്. നിങ്ങളുടെ മനസ്സമാധാനം കെടുത്തിയിരുന്ന ആ വലിയ കടബാധ്യതയ്ക്കുടൻ തന്നെ ഒരു പരിഹാരം കണ്ടെത്താൻ ഈ ദിവസത്തോടെ സാധിക്കും. ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില വലിയ തുകകൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുകയും മുടങ്ങിക്കിടന്ന സാമ്പത്തിക സ്രോതസ്സുകൾ വീണ്ടും തുറക്കപ്പെടുകയും ചെയ്യും. പ്രിയപ്പെട്ടവർക്കായി നല്ല കാര്യങ്ങൾ ചെയ്യാനും അതിലൂടെ വലിയൊരു ആത്മസംതൃപ്തി നേടാനും നിങ്ങൾക്ക് സാധിക്കും. വിദ്യാർത്ഥികളായ കുട്ടികൾക്ക് പഠനത്തിൽ വലിയ മുന്നേറ്റമുണ്ടാകും. നിങ്ങളിലോ കുടുംബത്തിലോ ഉള്ള ദുശീലങ്ങൾ മാറി ജീവിതം നന്മയുടെ പാതയിലേക്ക് വരും. ദാമ്പത്യത്തിലും കുടുംബത്തിലും ദീർഘനാളായി ആഗ്രഹിച്ച സമാധാനവും സന്തോഷവും ആരോഗ്യവും വന്നെത്തും. പക്ഷേ ചിങ്ങം രാശിക്കാരുടെ ഉള്ളിൽ ഇപ്പോഴുള്ള ഏറ്റവും വലിയ ഭയം നാളെക്കുറിച്ചുള്ള അനിശ്ചിതത്വമാണ്. ഇന്ന് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്, പക്ഷേ നാളെ പെട്ടെന്ന് എന്തെങ്കിലും ദുരന്തം സംഭവിച്ച് എല്ലാം തകർന്നുപോയാൽ ഞാൻ എന്തു ചെയ്യും എന്നൊരു അരക്ഷിതാവസ്ഥ നിങ്ങളുടെ മനസ്സിലുണ്ട്. ആരോഗ്യം പെട്ടെന്ന് മോശമാകുമോ, അതോ കൂടെയുള്ളവർ എന്നെ ഒറ്റപ്പെടുത്തുമോ എന്നൊക്കെയുള്ള അനാവശ്യ ഭയം നിങ്ങളുടെ ചിന്തകളെ മന്ദഗതിയിലാക്കുന്നു. എന്നാൽ ഈ സുലഭയോഗത്തിന്റെ സ്വാധീനത്താൽ നിങ്ങളുടെ ഭാവിയിൽ ആർക്കും തകർക്കാൻ കഴിയാത്ത അത്ര ശക്തമായൊരടിത്തറ രൂപപ്പെടാൻ പോവുകയാണ്. സമൂഹത്തിൽ ഉന്നതമായ പദവികളും ബിസിനസ്സിൽ വലിയ മുന്നേറ്റവും നിങ്ങളെ തേടിവരും. ഭാവിയിൽ നിങ്ങൾ ആരുടെയും മുന്നിൽ കൈ നീട്ടേണ്ടി വരില്ല എന്നു മാത്രമല്ല, മറ്റുള്ളവർക്ക് വലിയ രീതിയിൽ സഹായം നൽകാൻ തക്കവണ്ണം നിങ്ങൾ സാമ്പത്തികമായി വളരും. അവസാനമായി ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന തുലാം രാശിക്കാരെ നോക്കുകയാണെങ്കിൽ, നിങ്ങളുടെ കഴിഞ്ഞകാലം ഒട്ടനവധി തടസ്സങ്ങളും സങ്കീർണതകളും നിറഞ്ഞതായിരുന്നു. ഒന്ന് മനസ്സറിഞ്ഞ് സന്തോഷിച്ചിട്ട് തന്നെ കാലങ്ങളായി എന്ന അവസ്ഥയാണ് നിങ്ങളുടെ പലരുടെയും ജീവിതത്തിലുള്ളത്.
വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹകാര്യങ്ങളൊന്നും നടക്കാതിരിക്കുക, നല്ല യോഗ്യതയുണ്ടായിട്ടും അതിനനുസരിച്ചുള്ള ജോലി ലഭിക്കാതിരിക്കുക എന്നിവയായിരുന്നു നിങ്ങളുടെ പ്രധാന സങ്കടങ്ങൾ. എന്നാൽ ജ്യോതിഷഫലപ്രകാരം ജൂലൈ 12 നിങ്ങൾക്ക് വലിയൊരു പ്രത്യാശയാണ് നൽകുന്നത്. നിങ്ങളുടെ ഉയർച്ചയിൽ അസൂയ പൂണ്ട ചില വ്യക്തികളുടെ ദോഷങ്ങൾ കൊണ്ടോ ശത്രുദോഷം കൊണ്ടോ ഉണ്ടായ തടസ്സങ്ങൾ മാറാൻ ഈ സമയത്ത് ചെറിയൊരു കർമ്മം ചെയ്യുന്നത് വഴി പൂർണ്ണമായ മാറ്റമുണ്ടാകും. ജൂലൈ 12 സുനഭയോഗത്താൽ വിവാഹകാര്യങ്ങളിൽ പെട്ടെന്ന് തന്നെ തീരുമാനമാകും. തൊഴിൽ മേഖലയിൽ ഇതുവരെ ലഭിക്കാത്ത വലിയ അംഗീകാരങ്ങളും നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള മികച്ച അവസരങ്ങളും നിങ്ങളെ തേടിവരും. ബിസിനസ് ചെയ്യുന്നവർക്ക് ഇരട്ടി ലാഭം കൊയ്യാൻ സാധിക്കുന്ന സമയമാണ്. പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാനും ബിസിനസ് വിപുലീകരിക്കാനും സാധിക്കും. നിലവിലുള്ള ജോലിയിൽ നിന്നും മെച്ചപ്പെട്ട മറ്റൊരു ജോലിയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് സാമ്പത്തിക ഉന്നമനത്തോടെ മാറ്റങ്ങൾ ഉണ്ടാകും. ആരോഗ്യസ്ഥിതി വളരെ മെച്ചപ്പെടും. തുലാം രാശിക്കാരുടെ മനസ്സിനെ എപ്പോഴും വേട്ടയാടുന്ന വലിയൊരു നൊമ്പരം മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന ചിന്തയും അതോടൊപ്പം തന്നെ നിങ്ങളോടൊപ്പം നിൽക്കുന്നവർ തന്നെ പിന്നിൽ നിന്ന് ചതിക്കുമോ എന്ന ഭയവുമാണ്. ഞാൻ എന്റെ മക്കൾക്കു വേണ്ടിയും മാതാപിതാക്കൾക്കു വേണ്ടിയും ഒരു തെറ്റും ചെയ്യാതെ ജീവിച്ചിട്ടും ആളുകൾ എന്നെ തെറ്റിദ്ധരിക്കുകയും അപവാദങ്ങൾ പറയുകയും ചെയ്യുന്നു. എന്റെ മക്കളുടെ ഭാവി തകർക്കാൻ ശത്രുക്കൾ ശ്രമിക്കുമോ എന്ന ആശങ്ക കാരണം നിങ്ങളുടെ ഉള്ളിലെ പല കഴിവുകളും പുറത്തെടുക്കാൻ നിങ്ങൾക്ക് ധൈര്യം വരുന്നില്ല. ഈ ശത്രുഭയവും ഒറ്റപ്പെടുമോ എന്ന പേടിയും നിങ്ങളുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായി കളയുക. കാരണം ജൂലൈ 12 മുതൽ നിങ്ങളുടെ മേലുള്ള എല്ലാ ശത്രുദോഷങ്ങളും കണ്ണേറുകളും മാറിത്തുടങ്ങും. ഭാവിയിൽ നിങ്ങൾ വലിയൊരു സാമ്രാജ്യം തന്നെ പടുത്തുയർത്തും. പുതിയ ബിസിനസ് ശാഖകൾ തുറക്കാനും സ്വന്തം പേരിൽ പുതിയ തൊഴിൽ സംരംഭങ്ങൾ വിജയകരമായി ആരംഭിക്കാനും നിങ്ങളുടെ ഭാവിയിൽ വലിയ യോഗമുണ്ട്. നിങ്ങളുടെ മക്കളുടെ കാര്യത്തിലും വലിയ സന്തോഷവാർത്തകൾ ഭാവിയിൽ വന്നെത്തും. വിദേശത്ത് സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഭാവിയിൽ തെളിഞ്ഞുവരും. ഇതിനുള്ള പരിഹാരമായി ഈ ദിവസം ഭഗവതി ക്ഷേത്രത്തിൽ കടുംപായസമോ അർച്ചനയോ കഴിക്കുന്നത് ശത്രുദോഷങ്ങളെ പൂർണ്ണമായി ഭസ്മീകരിക്കാൻ സഹായിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിരുന്ന എല്ലാ നെഗറ്റീവ് അവസ്ഥകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മാറി തികച്ചും പോസിറ്റീവായ ഒരു വലിയ നല്ല കാലത്തിലേക്ക് ഈ 8 നക്ഷത്രക്കാരും ജൂലൈ 12 മാറാൻ പോകുകയാണ്. നിങ്ങളുടെ മനസ്സിലെ അനാവശ്യമായ ഭയങ്ങളും ആശങ്കകളുമെല്ലാം പ്രപഞ്ചത്തിലേക്ക് വിട്ടുകൊടുക്കുക. ഇരുളടഞ്ഞ നാളുകൾക്ക് ശേഷം ഒരു വലിയ പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഈ സുനഭയോഗത്തിന്റെ പൂർണ്ണമായ ഫലം ലഭിക്കുന്നതിനായി നിങ്ങളുടെ ഇഷ്ടദൈവങ്ങളെ മനസ്സുരുകി പ്രാർത്ഥിക്കുക. ഇതിനോടൊപ്പം തന്നെ ഈ സുനഭയോഗ ദിനത്തിൽ നിങ്ങളുടെ പേരിൽ പ്രത്യേക പ്രാർത്ഥനകളോ പൂജകളോ നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജനനത്തീയതിയും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വരാൻ പോകുന്ന ഈ പുണ്യദിനത്തിൽ നിങ്ങളുടെ ദുരിതങ്ങൾ മാറി ഐശ്വര്യം വരാനായി നടത്തുന്ന പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. പ്രപഞ്ചനാഥൻ നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.